നമ്മളുടെ വി എത്തിയിരിക്കുന്നു റോളിംഗ് സ്റ്റോൺ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ. വി, ഞങ്ങളുടെ റോളിംഗ് സ്റ്റോൺ കവർ ഇന്റർവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു ടീമായി വീണ്ടും ഒന്നിച്ചപ്പോൾ എന്ത് തോന്നുന്നു? ഞങ്ങൾ 7 പേരും ഒത്തുചേർന്ന് ഈ ആൽബം പുറത്തിറക്കാൻ ഏകദേശം 5 വർഷമെടുത്തു. ഇതുവരെ പൊതുജനങ്ങൾക്ക് മുന്നിൽ വരാത്തത് കൊണ്ട് അതിന്റെ പൂർണ്ണ രൂപം എനിക്ക് ഇനിയും ഉൾക്കൊള്ളാനായിട്ടില്ല. ചെറിയൊരു പേടി തോന്നുന്നുണ്ട്. 2022 നിങ്ങൾ ഒരു ഇടവേള എടുക്കാൻ പോവുകയാണെന്ന് വ്യക്തമായപ്പോൾ എന്ത് തോന്നി? അത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയുമായിരുന്നല്ലോ. പട്ടാളത്തിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് എത്രമാത്രം പ്രകടനം നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അത് ചെയ്യാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പെർഫോം ചെയ്യാൻ വലിയ കൊതി ഉണ്ടായിരുന്നു. എനിക്കൊരു ആൽബം ഇറക്കണം, പാടണം, നൃത്തം ചെയ്യണം എന്നൊക്കെ തോന്നി. അതിനൊരു അഭിലാഷം എന്ന് വിളിക്കാം. പക്ഷേ രാജ്യത്തിൽ ഞങ്ങൾ ആവശ്യമായതുകൊണ്ട് ആ സാഹചര്യത്തിൽ പരമാവധി നന്നായി പ്രവർത്തിക്കാൻ ഞാൻ ശ്രമിച്ചു. അതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് ബിടിഎസിലെ വിയെ മറക്കാൻ ഞാൻ ശ്രമിച്ചു. പകരം കിം ടേയുവിനായി ജീവിക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നിങ്ങൾ നിങ്ങളുടെ ശരീരവും മനസ്സും പുനർനിർമ്മിച്ചു എന്ന് പറഞ്ഞല്ലോ. അത് എന്താണ് അർത്ഥമാക്കുന്നത്? ആ ചിന്ത എനിക്ക് വളരെ പ്രധാനമായിരുന്നു. സൈന്യത്തിലെ സൈന്യകാലം കുറച്ച് ദൈർഘ്യമുള്ളതാണെന്നും എനിക്കറിയാമായിരുന്നു. അതിനാൽ അത് പാഴാക്കാതെ എങ്ങനെ നന്നായി ഉപയോഗിക്കാം എന്ന് ഞാൻ ചിന്തിച്ചു. ആദ്യമായി എന്റെ ആരോഗ്യത്തെക്കുറിച്ചും മൂല്യങ്ങളെക്കുറിച്ചും ഞാൻ ചിന്തിച്ചു. അതുകൊണ്ട് ഞാൻ വ്യായാമം ചെയ്യുകയും ധാരാളം പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്തു. എന്റെ ഉള്ളിലെ ലോകത്തെ ക്രമീകരിക്കാനും ഞാൻ ആരാകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ചിന്തിക്കാനും ഞാൻ ശ്രമിച്ചു. ആ 1.5 വർഷം ഞാൻ നന്നായി വർക്കൗട്ട് ചെയ്തു. ഒരുപാട് വായിച്ചു, സംഗീതം കേട്ടു. അത് എന്റെ ശരീരവും മനസ്സും വീണ്ടെടുക്കാൻ എനിക്ക് അവസരം നൽകി. നിങ്ങൾ വായിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതായിരുന്നു? ആദ്യം ഞാൻ ഹിഗാഷിനിയുടെ ഓട്ടോറോ നോവുകൾ വായിച്ചു. 11 സ്റ്റെപ്സ് എന്നൊരു പുസ്തകവും വായിച്ചു. അതൊരു തത്വശാസ്ത്ര പുസ്തകമായിരുന്നു. ഓരോ പുസ്തകം വായിക്കുമ്പോഴും അതിലെ കഥാപാത്രമായി ഞാൻ എന്നെ തന്നെ സങ്കല്പിക്കുമായിരുന്നു. ഞാൻ വായന ശുപാർശ ചെയ്യാൻ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ അവർ ഹാങ് ടാങ്ങിന്റെയും ഷിനോയുടെയും പുസ്തകങ്ങൾ പറഞ്ഞു. അതാണ് ഞാൻ പ്രധാനമായും വായിച്ചത്. നിങ്ങൾ പഴയതിനേക്കാൾ ആത്മവിശ്വാസമുള്ളവനായി കാണപ്പെടുന്നു എന്ന് ആർമി പറയുന്നു. നിങ്ങൾ അങ്ങനെ തോന്നുന്നുണ്ടോ? അത് സത്യത്തിൽ വ്യായാമം ചെയ്തതിനു ശേഷം എനിക്ക് ശാരീരികമായും മാനസികമായും വലിയ മാറ്റം തോന്നി. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. അപ്പോൾ ടീമിലെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ബെഞ്ച് പ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ? പിന്നെന്താ, തീർച്ചയായും ഞാൻ 105 കിലോ വരെ ബെഞ്ച് പ്രസ് ചെയ്യും. പക്ഷെ എന്റെ ആർമി യൂണിറ്റിൽ അതൊരു ചെറിയ കാര്യമാണെന്ന് അവർ കണ്ടിരുന്നു. ബോക്സർമാരും റേസർമാരും ഉണ്ടായിരുന്നത് കൊണ്ട് അവരോട് താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോഴും കുഞ്ഞു പോലെയാണ്. പുറത്തിറക്കാത്ത പാട്ടുകൾ പലതും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ലയോവർ പുറത്തിറക്കുന്നത് എന്താണ് അർത്ഥം? ലയോവർ എന്ന ആൽബം എന്റെ യാത്രയെ തിരിച്ചു നോക്കാൻ തോന്നിയ സമയത്താണ് വന്നത്. എന്റെ ജീവിതം നേരായ വഴിയല്ല എന്ന് അത് പറയുന്നു. എനിക്ക് ജാസ്, ക്ലാസിക്കൽ, ആൾട്ടർനേറ്റീവ് സംഗീതം ഇഷ്ടമാണ്. എല്ലാം ആർമിയുമായി പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലയോവർ എന്നത് എന്നെ പ്രതിനിധീകരിക്കുന്നതാണ്. ലയോവർ പുറത്തിറങ്ങിയില്ലെങ്കിൽ ഞാൻ ഒരു സാധാരണ ഡാൻസറും ഗായകനുമായി മാത്രം ഒതുങ്ങുമെന്ന് തോന്നുന്നു. എന്റെ ഉള്ളിലെ പല നിറങ്ങളിൽ ഒന്നിനെ കൂടി അന്വേഷിക്കാനായിരുന്നു ഈ ആൽബം. ബിടിഎസ് ആൽബം സോളോ പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് അല്ലേ? ഈ ആൽബം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തത ലക്ഷ്യമുണ്ടായിരുന്നു. ആൽബത്തിൽ ഓരോ പാട്ടും എന്റെ സ്റ്റൈലാണ്. ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച സംഗീതം തന്നെയാണ്. ഞാൻ എന്റെ മുഴുവൻ ശ്രമവും നൽകി ഇത് ഉണ്ടാക്കി. അതിൽ വളരെ സ്നേഹമുണ്ട്. ഈ ആൽബത്തിൽ നിങ്ങൾക്ക് പ്രത്യേകമായി ഇഷ്ടമുള്ള ഭാഗമുണ്ടോ? ഞാൻ പല പാട്ടുകളും ചെയ്തതിനാൽ തിരഞ്ഞെടുക്കാത്തതും എനിക്കിഷ്ടമായിരുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ വീണ്ടും സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം പെർഫോം ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് എന്തെന്ന് മനസ്സിലാകുന്നത്. ഏതൊരുള്ള ഗ്രൂപ്പായതിനാൽ ഓരോരുത്തർക്കും ഭാഗങ്ങൾ പരിമിതമാണ്. ചിലപ്പോൾ അസൂയയോ എനിക്ക് കൂടുതൽ ഭാഗം വേണം എന്ന് തോന്നലോ ഉണ്ടാകാറുണ്ടോ? എനിക്ക് പ്രധാനമായി നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുമോ എന്നതാണ് ചിന്ത. എനിക്ക് ഇഷ്ടമുള്ളതിനെ ഞാൻ തന്നെ അവതരിപ്പിക്കുന്നത് വളരെ വ്യക്തമാണ്. അതിനാൽ ഞാൻ അതിനു വേണ്ടി കഠിനമായി ശ്രമിക്കുന്നു. എനിക്ക് കുറച്ച് ഭാഗം മാത്രമേ കിട്ടിയാലും വിഷമമില്ല. കാരണം അത് മറ്റൊരു രംഗത്തിന് കൂടുതൽ അനുയോജ്യമാകാം. നമ്മുടെ അഹങ്കാരം ശക്തിപ്പെട്ടു. അതിനാൽ വീണ്ടും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ എല്ലാവർക്കും ശക്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. പക്ഷെ അത്ഭുതകരമായ എല്ലാ അംഗങ്ങളും തുറന്ന മനസ്സോടെ വന്നു. അവരുടെ വ്യക്തിത്വത്തിന്റെ ആഴം വളർന്നിരുന്നു. ഈ ആൽബത്തിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ അവരിൽ നിന്ന് വളരെ പഠിച്ചു. അവരുടെ യാത്രകളെ നിരീക്ഷിച്ചതിലൂടെ വളരെ കാര്യങ്ങൾ
നേടി. ഞാൻ വളരെ പഠിച്ചു. അതിനാൽ എന്റെ അടുത്ത സോളോ ആൽബം ഉണ്ടാക്കുമ്പോൾ ഓരോ അംഗത്തിന്റെയും മികച്ച ശക്തികളെ ഉൾക്കൊള്ളാൻ ഞാൻ പദ്ധതിയുണ്ട് പദ്ധതിയുണ്ട് എനിക്ക് ജാസ് ശൈലിയുള്ള ശബ്ദം ഇഷ്ടമാണ്. വിന്റർ ഹെഡ് പോലുള്ള പാട്ടുകളും വളരെ മനോഹരമാണെന്ന് ഞാൻ കരുതുന്നു. ചാർട്ടുകൾ ലക്ഷ്യമാക്കി ഒരു പോപ്പ് സോളോ ആൽബം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആലോചിക്കാം. അതെ, അതും ഞാൻ ഇഷ്ടപ്പെടുന്ന സംഗീത ശൈലിയാണ് ഞാൻ പിന്തുടരുന്നത്. അതുകൊണ്ട് തീർച്ചയായും എപ്പോഴാണെന്നറിയില്ല, പക്ഷെ ഒരിക്കൽ അത് പരീക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. അത്രയും ആകർഷകമാണ് ആരാധകർ. നിങ്ങളുടെ അഭിനയം വളരെ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ മരിക്കാത്ത കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് അവർ പറയുന്നു. ഭാവിയിൽ കൂടുതൽ അഭിനയിക്കാൻ ഓർമ്മിക്കപ്പെടുന്ന കഥാപാത്രങ്ങൾ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹമുണ്ടോ? എന്റെ അഭിനയത്തിലും സംഗീതത്തിലും എന്റെ മനോഭാവം ഒരുപോലെയാണ്. ഞാൻ അഭിനയിക്കുമ്പോൾ യാഥാർത്ഥ്യത്തിൽ അനുഭവിക്കാൻ കഴിയാത്ത പല തരത്തിലുള്ള കഥാപാത്രങ്ങൾ പരിശീലിക്കുകയാണ് ലക്ഷ്യം, അല്ലേ? അതിനാൽ അതുപോലെ തന്നെ ഞാൻ ഒരു സംഗീത ശൈലിയിലേക്ക് മാത്രം എന്റെ പരിമിതപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ ശൈലികളും അനുഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ അവസരം കിട്ടിയാൽ ഞാൻ പരീക്ഷിക്കാൻ ആഗ്രഹിച്ച പല കഥാപാത്രങ്ങളും അഭിനയിക്കാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. ആരാധകർക്ക് നിങ്ങൾ ശുപാർശ ചെയ്യാൻ ഒരു ജാസ് ആർട്ടിസ്റ്റിനെ തിരഞ്ഞെടുക്കുമോ? ഓ, അത്രയും പേരുണ്ട്. എറ്റാ ജെയിംസ്, ഇന്ന് ഞങ്ങൾ കാണാൻ വന്നതിന് വളരെ നന്ദി. വീണ്ടും കാണാം. നന്ദി.